സഞ്ചാരികളെ മായാലോകത്തെത്തിക്കുന്ന നിസർഗധാമം. കാവേരി നദിയാൽ ചുറ്റപ്പെട്ടൊരു ദ്വീപ്. 64 ഹെക്ടർ വിസ്തൃതിയുള്ള നിസർഗധാമയിലേക്ക് പ്രവേശിക്കാൻ നദിക്കു കുറുകെ മനോഹരമായ ഒരു തൂക്കുപാലം. അത് കടന്നെത്തുന്നത് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക്. പച്ചപ്പും കുളിരും തുടിച്ചു നിൽക്കുന്നിടം. കുടകിലെ മടിക്കേരിയിൽ നിന്നും 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്നത് നിസർഗധാമ എന്ന പറുദീസയിലേക്കാണ്. കുശാൽ നഗറിൽ നിന്ന് 3 കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ദൂരം. കാവേരി നദി വഴിതിരിഞ്ഞുണ്ടായ ഈ ദ്വീപ് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി രൂപപ്പെടുത്താൻ 1989 വനം വകുപ്പ് തീരുമാനിച്ചത്. മുളംകാടുകൾ കൊണ്ട് നിബിഡമായ ഈ വനഭൂമിയിൽ വിവിധ തരം മുളകൾ പിടിപ്പിച്ച് ആകർഷകമാക്കുകയായിരുന്നു. നമ്മൾ വരുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ കൊടും ചൂടിൽ നിന്ന് ഒരു ആശ്വാസമായിട്ടാണ് നിസർഗധാമിലേക്ക് വന്നത്. ഇവിടുത്തെ മുളങ്കാടുകളുടെ പച്ചപ്പും തണലും പിന്നെ മാൻകൂട്ടങ്ങളും പക്ഷികളും ഇതൊക്കെ ഞങ്ങളെ വളരെ ആകർഷിച്ചു. പിന്നെ ഇതിന് ചുറ്റും പരിസരത്തുള്ള പല സ്റ്റാച്യൂകളും കണ്ട് ആസ്വദിച്ചു. പിന്നെ പല നീരുറവുകളും വളരെ ഹൃദയത്തിനൊരു സുന്ദരമായ ഒരു കുളിർമ നൽകുന്നതാണ്. ആ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ചിട്ട് ഈ നിസർഗയിലേക്ക് വന്നത്. പുള്ളിമാനുകളുടെ ആവാസ കേന്ദ്രമായ ഇവിടം വനം വകുപ്പ് അവർക്കായി ഒരു വിശാലമായ പാർക്കും രൂപകൽപ്പന ചെയ്തു. മുളംകാടിനു പുറമെ ചന്ദനവും തേക്കും ഇരുളുമൊക്കെ ഇവിടെയുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളാണ് കൂടുതലായി ഇവിടെ എത്തുന്നത്. സന്ദർശകരെ ആകർഷിക്കുന്ന ഇവിടുത്തെ മറ്റൊരിടമാണ് പക്ഷികളുടെ പാർക്ക്. മാക്കോ, സ്മോൾ കോണൂർ, ഒട്ടകപ്പക്ഷി തുടങ്ങി 30ഓളം പക്ഷിവർഗ്ഗങ്ങൾ. 30 രൂപ ടിക്കറ്റിൽ ഇവിടെ കയറാം. ഇതുകൂടാതെ കുടകിന്റെ തനത് നൃത്തരൂപങ്ങൾ ശില്പങ്ങളിലൂടെ വിവിധ ഇടങ്ങളിലായി ആവിഷ്കരിച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഏറുമാടങ്ങളും ഇരിപ്പിടങ്ങളും പലയിടത്തായി ഒരുക്കിയിട്ടുണ്ട്. താമസിക്കാനെത്തുന്നവർക്ക് അതിഥി മന്ദിരങ്ങളും ഇവിടെയുണ്ട്. നിസർഗധാമയിലേക്കുള്ള പ്രവേശനത്തിന് മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ETV ഭാരത്, കണ്ണൂർ.